എനിക്കും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആശാജിയുടെ ഒപ്പം പാടാനുള്ള ഭാഗ്യം. ചന്ദ്രമുഖിയിലെ കൊഞ്ചം നേരം അതെ. അപ്പൊ എന്തായാലും അല്ല അപ്പൊ പാടിപ്പങ്ങാനും കണ്ടോ? ഇല്ല, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പാടുന്നതിന്റെ തലേ ദിവസം ആശാജി പാടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാടുന്നത്. അപ്പൊ എന്നെ വിദ്യാജിയുടെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു, മുരുകൻ വിളിച്ചു, തലേ ദിവസം വിളിച്ചു. ഒരു ബ്യൂട്ടിഫുൾ സോങ് இருக்கு பாடுறதுக்கு. அது வந்து ரஜினி சாரோட மூவி. அது இப்ப சொல்றேன். இன்னொரு விஷயம் அது சர்ப்ரைஸ் உங்களுக்கு. രജനി സാറുടെ മൂവി എന്ന് പറഞ്ഞപ്പോ തന്നെ മധുച്ചേട്ടൻ തല ഇറങ്ങി. അതെ, ഇന്നൊരു വിഷയം സർപ്രൈസ് உங்களுக்கு. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വിദ്യാസാഗർ സാറ് പാട്ട് എന്നെ പഠിപ്പിച്ചു. എന്നിട്ട് പാട്ട് പ്ലേ ചെയ്തു. അപ്പൊ ഒരു ഫീമെയിൽ വോയിസ് അത് കേൾക്കാം. അപ്പൊ എന്റെ മുഖത്തേക്ക് നോക്കി, യാറ്. അപ്പൊ ജാനകി അമ്മ, എനിക്ക് അതുപോലെ തോന്നിയ ജാനകി അമ്മ പോലെ. ജാനകി അമ്മ നോ, ലതാജി നോ, ആശാ ഭോസ്ലെ ജി കറക്റ്റ്. അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടി ജീവിതത്തിൽ. എന്റെ തമിഴില് ശരിക്കും ഒരു മെഗാ ഹിറ്റ് സോങ് എന്ന് പറയുന്ന ഫസ്റ്റ് സോങ് കനാക്കൻ തോഴി. കൊഞ്ചം നേരം കൂടി വന്നപ്പോ വളരെ രജനി സാറിന്റെ പടമല്ലേ, ഭയങ്കര പോപ്പുലറായി.